ഇതൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിരിക്കും നിങ്ങൾക്കെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ നമ്മൾ SJ ഡിസൈൻസിൽ നിന്ന് എടുത്തിട്ടുള്ള ക്രേപ്പിൻ്റെ തുണിയാണ് കേട്ടോ. അത് പ്രിൻറ്റഡ് ക്രേപ്പാണ്. അവിടെ നിന്ന് ഞാൻ വേറൊരു പർപ്പിൾ തുണി എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും അതിൻ്റെ ഫ്രോക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ഗ്രീൻ കളർ പ്രിൻറ്റഡ് ക്രേപ്പ് വെച്ചിട്ടുള്ള ഒരു സ്കേർട്ട് ഉണ്ടാവും. ഒരെണ്ണല്ല 2 സ്കേർട്ട് ഉണ്ടാവുമാണ് കേട്ടോ. ഞാൻ എപ്പോഴും ചെയ്യുമ്പോൾ 2 ചെയ്യുക. ഓക്കെ, അപ്പോൾ എങ്ങനെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യാറ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് സ്റ്റിച്ചിങ് ചാർജ് വരുന്നില്ല, മെറ്റീരിയൽ കോസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ എനിക്കിതിൻ്റെ ടോട്ടൽ മെറ്റീരിയൽ കോസ്റ്റ് വന്നിട്ടുള്ളത് 300 രൂപയാണ് കേട്ടോ. ഈ 58 രൂപയിൽ 3 മീറ്റർ, ലൈനിങ് ഒരു 3 മീറ്റർ, പിന്നെ ആ ലേസ്, ഇലാസ്റ്റിക്, നമ്മുടെ ത്രെഡ് എല്ലാം കൂടി ഒരു 300 320 അത്രയൊക്കെയാണ് എനിക്ക് വന്നിട്ടുള്ള കോസ്റ്റ്. പിന്നെ സ്റ്റിച്ച് ചെയ്യണത് ഞാനാണല്ലോ. ഇതിൻ്റെ സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടൈം എടുത്തിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തത്. ഈ പല ടയേഴ്സായിട്ട് ചെയ്തിട്ടുള്ള സ്കേർട്ട് ആയതുകൊണ്ട് ഇതിൻ്റെ 2 സൈഡ് റോൾഡ് ഹെമ്മിങ് ചെയ്തെടുക്കുക, അതിനുശേഷം പിന്നെ അത് ഗ്യാദേഴ്സ് ഇട്ടെടുക്കുക, പിന്നെ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുക. നല്ല ഈസി പരിപാടിയാണെങ്കിലും നല്ല ടൈം എടുത്തിട്ട് ചെയ്തിട്ടുള്ള പരിപാടിയായിരുന്നു കേട്ടോ. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ ഒരു 3 മിനിറ്റിൻ്റെ വീഡിയോ ഉണ്ടാക്കുന്നതിൻ്റെ ബാക്കിലുള്ള എഫേർട്ടും കാര്യങ്ങളും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ, നിങ്ങളൊരു കണ്ടൻറ്റ് ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ തുന്നി കഴിഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കാണിക്കാനായിട്ട്. എന്ത് പ്രിട്ടി ആയിട്ടുള്ള സ്കേർട്ടാണ് നോക്കൂ. നല്ല ഭംഗിയുള്ള, നല്ല ഫ്ലയേർഡ് ആയിട്ടുള്ള ഒരു സ്കേർട്ടാണ് കേട്ടോ. മറ്റേ സോൾട്ട് ആൻഡ് പെപ്പർ ഫിലിം ഇറങ്ങിയപ്പോൾ അതിലുണ്ടായിരുന്നില്ല ഇങ്ങനത്തെ സ്കേർട്ട്, നല്ല ഇങ്ങനെ മൈഥിലിയുടെ സ്കേർട്ട് ഓർമ്മയുണ്ടോ? ആ ഒരു ടൈപ്പ് സ്കേർട്ടാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഫുൾ സ്കേർട്ടല്ല, ഒരു നീ ലെങ്ത്തിൽ വരുന്ന സ്കേർട്ടാണ് കേട്ടോ 2 പേർക്കും ചെയ്തിട്ടുള്ളത്. നമുക്ക് ഉള്ള തുണി വെച്ചിട്ട് ഓണം പോലെ ഞാൻ 3 മീറ്റർ തുണിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമസ്വിക്കും ഇഷാനിക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ തുന്നിയാലും തയ്ച്ചാലും മാത്രം മതിയില്ലല്ലോ, ഇത് വെച്ചിട്ടുള്ള ഫോട്ടോസ് എടുക്കണം, കുഞ്ഞ് വീഡിയോസ് എടുക്കണം. അത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള ഒരാളാണെങ്കിൽ അവിടെ കൊണ്ട് പോസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിനുള്ള പരിപാടിയാണ് കേട്ടോ അടുത്തത്. ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ കുറച്ച് പച്ചപ്പും ഹരിതാപയ്ക്കുള്ളൊരു സ്ഥലത്ത് കുട്ടികളെ നിർത്തിയിട്ടാണ് കേട്ടോ ഫോട്ടോസ് എടുക്കുന്നത്. ഞാനല്ല ഫോട്ടോസ് എടുക്കുന്നത്, എൻ്റെ അനിയത്തിയാണ് ഈ ഫോട്ടോസ് എടുക്കുന്നത് കേട്ടോ. എനിക്ക് 2 അനിയത്തിമാരാണ്. അപ്പോൾ നേരെ താഴെയുള്ള അനിയത്തിയാണ് ഈ ഫോട്ടോസ് എടുത്ത് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവരെ നമുക്കൊരു നല്ല ഫോട്ടോ കിട്ടാൻ പാകത്തിന് നിർത്തുക എന്നുള്ളത് ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം നല്ല ഗോർജിയസ് ആയിട്ടുള്ള ഫോട്ടോസ് നമുക്ക് കിട്ടി. ആ ഡ്രസ്സ് മാറ്റിയത് കോസ്റ്റ്യൂം ചേഞ്ചിലേക്ക് വന്നു. നെക്സ്റ്റ് പർപ്പിൾ ഡ്രസ്സ് ഇടിപ്പിച്ചു കേട്ടോ. എന്തായാലും ഫോട്ടോസ് എടുക്കല്ലേ വന്നതല്ലേ, അപ്പോൾ പിന്നെ നമ്മൾ മാക്സിമം യൂസ് ചെയ്യണമല്ലോ. അപ്പോൾ കുട്ടികളെ പായൽ പിടിച്ച മതിലിൻ്റെ അരികത്തും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നിർത്തിയിട്ട് നമ്മൾ നിറയെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കുട്ടികൾ മാത്രമല്ല, വേറെയും 3 കുട്ടികളും കൂടെ ഉണ്ട്. എനിക്കും എൻ്റെ 2 അനിയത്തിമാർക്കും കൂടിയിട്ട് മൊത്തത്തിൽ 5 കുട്ടികളുണ്ട് കേട്ടോ. എനിക്കാണ് ഒരാളുള്ളത്, ബാക്കി 2 ആൾക്ക് 2 പേര് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതായത് നമ്മൾ ആ പർപ്പിൾ ഡ്രസ്സിലുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഫോട്ടോസ് എടുത്തു കേട്ടോ. അപ്പോൾ ചെറുപ്പം തൊട്ടേ ഇവരുടെ ഡിസൈനർ ഞാനാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് പറയാം കേട്ടോ. ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് മറ്റു ഫോട്ടോസ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. താങ്ക്